എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന വെല്ലുവിളികളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗം എന്ന് പറയുന്നത് PSC പരീക്ഷകളിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ സിലബസിൽ എടുത്തു പറയുന്നൊരു ചാപ്റ്ററാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം അവിടെ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടിട്ട് പോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊപ്ര എടുത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിണ്ണാക്ക് നമ്മൾ വേസ്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒരു അവസ്ഥ. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയാണ്. ഈ വിഭവങ്ങൾ മോഷ്ടിക്കാനായിട്ടാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാലിന്യ കൂമ്പാരത്തിന് കണക്കായിരിക്കും ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ 1941 നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിലൂടെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതെ, ബ്രിട്ടീഷുകാർ ഇവിടെ എല്ലാ കാലവും നിൽക്കാമെന്നുള്ള പോളിസിയിൽ വന്ന ആൾക്കാരല്ല. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പോകും. ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോകുന്നത്. അതെ, അവർക്ക് പിന്നെ ആവശ്യമില്ലാത്തൊരു വസ്തുവായി മാറി ഇന്ത്യ. അവർ ഇന്ത്യയെ ഒരു മാലിന്യം ഉപേക്ഷിക്കുന്ന പോലെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകും. അതേപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരുന്നു? വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹമായിരുന്നു. അപ്പോൾ നമ്മളെ പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമാണ്. PYQ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു? വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹമായിരുന്നു ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇവിടെ അഭയാർത്ഥി പ്രവാഹം നടക്കുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്. കാളവണ്ടിയിലും തീവണ്ടിയിലും കാൽനടയായിട്ടൊക്കെ ആളുകൾ ഇവിടുന്ന് പോകുന്നതും വരുന്നതായിട്ടുള്ള ചിത്രങ്ങൾ കാണാം. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. കുടുംബാംഗങ്ങളോടൊപ്പം ഭാണ്ഡക്കെട്ടുകളും തലയിലേറ്റി നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളുടെ ചിത്രങ്ങളാണിത്. വിഭജനകാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നല്ല ചോരക്കളിയായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും സ്ഥിരം കാണുന്ന കാഴ്ചയായിരുന്നു ഈ അഭയാർത്ഥി പ്രവാഹം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു. ഇതിൽ നവഖാലി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിജി അവിടെയായിരുന്നു. നവഖാലിയിലെ കലാപങ്ങൾ പരിഹരിക്കാനായിട്ട് അദ്ദേഹം നവഖാലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നവഖാലി എന്ന് പറയുന്ന സ്ഥലം നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഇവിടെ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. അപ്പം ആരാണിത് പറഞ്ഞത്? നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ഗാന്ധിജിയെ പറ്റി ആര് പറഞ്ഞതാണ്? നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. എന്നാണ് ഗാന്ധിജി മരിക്കുന്നത്? 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആരാണ് അദ്ദേഹത്തെ വധിക്കുന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തനാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം.
അപ്പോൾ ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഇനി നമുക്ക് തുടർന്ന് അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ ഇവിടെയൊക്കെ രക്തരൂഷിതമായ വിപ്ലവമായിരുന്നു നടന്നത്. ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. അപ്പോൾ ഈ ഒരു രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ നടന്നുകൊണ്ട് ആളുകൾ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. വീട്, സ്ഥലം, കന്നുകാലികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് അവർ അവിടുന്ന് പലായനം ചെയ്തു, അതായത് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെയാണ്. അവർ എന്ത് ചെയ്തു, ഫലപ്രദമായിട്ട് ഇടപെടൽ നടത്തി, പുനരധിവാസ നടപടികൾ നടത്തി. അങ്ങനെയൊക്കെയാണ് ഈ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് ഭരണം നടത്തിയിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിന് പുറമെ ബ്രിട്ടീഷിൻ്റെ നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ അതല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനോ ഉള്ള അധികാരം നൽകിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. അപ്പോൾ ഈ ഇന്ത്യൻ യൂണിയൻ ഒരൊറ്റ രാജ്യമാക്കി മാറ്റുന്ന സമയത്ത് ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കണം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു ചോയ്സ് കൊടുത്ത് പോയതുകൊണ്ട് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി. ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് മലയാളിയായ VP മേനോനെ നിയമിച്ചു. അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മലയാളിയായിട്ടുള്ള VP മേനോനെയാണ് നിയമിക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അപ്പോൾ അതിൽ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പോൾ ഈ ലയന കരാറിൽ പറയുന്ന വ്യവസ്ഥ പ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇവിടെ കാശ്മീർ, അതുപോലെ ജുനഗഡ്, ഹൈദരാബാദ് ഈ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചത്. അതിൽ കാശ്മീർ 1947 ഒക്ടോബർ 26 ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ജുനഗഡ് എന്ന് പറയുന്ന നാട്ടുരാജ്യം ഗുജറാത്തിലാണ്. അവർ പാകിസ്ഥാനിലേക്ക് ചേരാനായിരുന്നു അവർക്ക് താല്പര്യം. പക്ഷേ ഈ പാകിസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെ ഇടയിൽ കടൽ വരുന്നത് കൊണ്ട് അവർക്ക് പ്രാക്ടിക്കൽ അല്ല അവിടേക്ക് ചേരുക എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിലേക്ക് ചേരാനാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ജനഹിത പരിശോധന വഴി ജനങ്ങളുടെ ഇടപെടലിലൂടെയാണ് ഈ ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ
ലയിക്കുന്നത്. അതുപോലെ ഹൈദരാബാദ് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. അത് ആന്ധ്രാപ്രദേശിലാണ് ഹൈദരാബാദ് വരുന്നത്. അപ്പോൾ ആ ആ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നാട്ടുരാജ്യം സ്വതന്ത്രമായി നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല. അപ്പോൾ അത് എന്ത് ചെയ്തു അവിടെ? അവിടെ കുറച്ചു കൈക്രിയ വേണ്ടി വന്നു. അതായത് അവിടെയാണ് നമ്മൾ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ആ സൈനിക നടപടിയിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുന്നത്. ഇനി നമുക്ക് മുമ്പ് പറഞ്ഞതിൽ പറയാനുള്ളത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എല്ലായിടത്തും ഇരുട്ടാണെന്ന് നെഹ്റു പറഞ്ഞു. അതേപോലെ ഗാന്ധിജി ഗാന്ധിജിയെ പറ്റിയിട്ട് പറഞ്ഞ വേറെ ആളുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞിട്ടുള്ളത് മൗണ്ട് ബാറ്റൺ ആണ് ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വിൻസെൻ്റ് ചർച്ചിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചു. വിൻസെൻ്റ് ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസാണ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. മഹാത്മാ എന്നുള്ള വിശേഷണം നൽകിയിട്ടുള്ളത് ടാഗോറാണ്. അപ്പോൾ ടാഗോറാണ് മഹാത്മാ എന്ന് ഗാന്ധിയെ വിളിക്കുന്നത്. ഇനി ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. രക്തമാംസാദികളാൽ ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് ഐൻസ്റ്റീനാണ്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞ് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കില്ല. അതുപോലെ ബെർണാഡ് ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല, നമ്മൾ കൂടുതൽ നിഷ്കളങ്കനാവുന്നത് അല്ലെ നല്ല വ്യക്തിയായിട്ടിരിക്കുന്നത് എപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല എന്നാണ് ബെർണാഡ് ഷാ പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഗാന്ധിജിക്കുള്ള മറ്റ് വിശേഷണങ്ങൾ വരുന്നത്. ഇനി വിഭജനം സിനിമയിൽ എന്നുള്ളൊരു ഭാഗമുണ്ട് നമുക്ക് വായിക്കാൻ. വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋത്തിക് ഘട്ടക്കിൻ്റെ മേഘേ ദാക്ക്ദാര, എം.എസ്. സത്യവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. ഇപ്പോൾ ഋത്തിക് ഘട്ടക്കിൻ്റെ മേഘേ ദാക്ക്ദാര, എം.എസ്. സത്യവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റോക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഈ ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതിയിട്ടുള്ളത് ഖുശ്വന്ത് സിംഗ് ആണ്. അത് സിനിമയാക്കിയിട്ടുള്ള ആളാണ് പമേല റോക്സ്. ഇതൊക്കെ വിഭജനകാലത്തെ പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്തമായിട്ടുള്ള സിനിമകളാണ്. ഇനി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നത്, പോർച്ചുഗൽ അതുപോലെ ഫ്രാൻസ് ഇവർ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഇന്ത്യയിൽ തുടർന്ന ശക്തികളാണ്. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി. എവിടെ? ഈ ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും അധീന പ്രദേശങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ഈ തന്നിരിക്കുന്നൊരു പട്ടികയുണ്ട്, ഈ പട്ടികയിൽ നമുക്കത് മനസ്സിലാവും. അതിനു മുമ്പ് നമുക്ക് വി.പി. മേനോൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് വി.പി. മേനോൻ ജനിക്കുന്നത്. അദ്ദേഹം ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ സർദാർ പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും കൂടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ വി.പി. മേനോനാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ
ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഈ 2 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് വി.പി. മേനോനാണ്. ഇനി നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ പോർച്ചുഗലിൻ്റെയും അതുപോലെ ഫ്രാൻസിൻ്റെയും അധീന പ്രദേശങ്ങളെ പറ്റി നോക്കാം. അവർ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം, ഈ പറയുന്ന സ്ഥലങ്ങളായിരുന്നു. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. ഇത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954ആണ്. 1954 ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം ഇതൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെടുന്ന വർഷം. അതുപോലെ പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു. ഇത് 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഗോവയെ ലയിപ്പിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു സൈനിക നടപടിയിലൂടെയാണ് ഗോവയെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നത്. അന്ന് പ്രതിരോധ മന്ത്രി വി.കെ. കൃഷ്ണമേനോനായിരുന്നു. അദ്ദേഹം പോലീസ് ആക്ഷൻ എന്നാണ് ഈ ഓപ്പറേഷൻ വിജയെ വിശേഷിപ്പിച്ചത്. ഓപ്പറേഷൻ വിജയെ വി.കെ. കൃഷ്ണമേനോൻ വിശേഷിപ്പിച്ചത് പോലീസ് ആക്ഷൻ എന്നാണ്. അപ്പോൾ അതോടെ നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും. ആദ്യ പൊതു തിരഞ്ഞെടുപ്പാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി ബി.ആർ. അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അതൊരു ക്വസ്റ്റ്യനാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി.ആർ. അംബേദ്കറാണ്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ സ്വന്തമായിട്ട് ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് റിപ്പബ്ലിക്കുകൾ. അപ്പം 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലായിരുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഭരണഘടന നിർമ്മിച്ചതിൻ്റെ ഒരു പാറ്റേൺ നോക്കാനുണ്ട്. 1946 ഡിസംബർ 6 ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 9 അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ചേരുകയാണ്. അപ്പോൾ അന്ന് താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതേ മീറ്റിംഗിൽ തന്നെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഡിസംബർ 11 ഒക്കെ 1946 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് ആണ്. 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് ആണ്. അതിൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തു. അതേ മീറ്റിങ്ങിൽ തന്നെ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. എന്നിട്ട് ഡിസംബർ 11 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള മീറ്റിംഗ് നടന്നു. അതിനുശേഷം ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. തുടർന്ന് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ബി.ആർ. അംബേദ്കറാണ് വരുന്നത്. അതുപോലെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഭരണഘടനയെ അംഗീകരിച്ചു. തുടർന്ന് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയാണ്. അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ഈ ഭരണഘടന അംഗീകരിച്ചല്ലോ 1949 നവംബർ 26 അന്ന് നമ്മൾ നിയമദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ നവംബർ 26 നിയമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാം ചർച്ച ചെയ്തല്ലോ. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതൊരു ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം 1953 രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലിയായിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. എച്ച് എൻ കുൻസ്രു, മലയാളിയായ കെ എം പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റംഗങ്ങൾ. അപ്പോൾ അവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഫസൽ അലി, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു. അപ്പോൾ ഫസൽ അലി കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയായിരുന്നു. അതുപോലെ എച്ച് എൻ കുൻസ്രു, മലയാളിയായ കെ എം പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റംഗങ്ങൾ. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കി. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വരികയാണ് ഉണ്ടായത്. ഇനി നമുക്ക് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. അപ്പം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ചരിത്രം മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് ഓർക്കുമല്ലോ. ആസൂത്രണ കമ്മീഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആ ഒരു ബോക്സിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ടി കൃഷ്ണമാചാരി, സി ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. അപ്പോൾ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനായിരുന്നു. ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനായിരുന്നു. ടി കൃഷ്ണമാചാരി, സി ദേശ്മുഖ് എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നടപ്പാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. കാർഷിക വ്യവസായ മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. അപ്പോൾ കാർഷിക വ്യവസായ മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായിട്ടുണ്ട്.
അവിടെ ചിത്രം തന്നിട്ടുണ്ട്. നെഹ്റു ആസൂത്രണ കമ്മീഷൻ യോഗത്തിൽ ഉള്ള ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പം സാമ്പത്തിക പുരോഗതിക്കായിട്ട് വിദേശ രാജ്യങ്ങളുടെ സഹായം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. നമുക്ക് നോക്കാം. ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അതിന് സഹായം നൽകിയിട്ടുള്ള രാജ്യങ്ങളും. ഭിലായ് എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാല, അതിന് സഹായം നൽകിയിട്ടുള്ളത് സോവിയറ്റ് യൂണിയനാണ്. അതുപോലെ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ്. അതുപോലെ ദുർഗാപൂർ എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയിട്ടുള്ളത് ബ്രിട്ടനാണ്. അപ്പം ഭിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഈ രീതിയിലാണ് നമ്മളെ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ വന്നിട്ടുള്ളതും അവയ്ക്ക് സഹായം കിട്ടിയിട്ടുള്ളതും. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതിയായ ബക്ര നംഗൽ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം എന്നീ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 ഇന പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2, അതായത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ തുടക്കം കുറിച്ചു. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനങ്ങളുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. അപ്പം ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 ഇന പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2, അതായത് ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ തുടക്കം കുറിച്ചു. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനങ്ങളുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു.